സന്ദീപ് വാര്യർ വിജയിച്ചിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ് സന്ദീപ് വാര്യർ. തൃക്കരിപ്പൂരിലും അട്ടിമറി വിജയമാണ് സംഭവിച്ചിരിക്കുന്നത്. കെ.എൻ. ബാലഗോപാൽ മുന്നിലാണ് ഇപ്പോൾ കൊട്ടാരക്കരയിൽ. 905 വോട്ടിന്റെ ലീഡ്. മാറിമറിയുന്ന കൊട്ടാരക്കര. കെ.എൻ. ബാലഗോപാൽ 905 വോട്ടുകൾക്ക് മുന്നിൽ മാറിമറിയുകയാണ്. ഐഷ പോറ്റിയും കെ.എൻ. ബാലഗോപാലും തമ്മിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുന്ന കൊട്ടാരക്കരയിൽ ഇക്കുറി കെ.എൻ. ബാലഗോപാൽ നന്നായി വിയർക്കുന്നു. ഐഷ പോറ്റിയേക്കാൾ 905 വോട്ടുകൾക്ക് മാത്രം മുന്നിൽ. പൊന്നാനി വോട്ടുകൾക്ക് നൗഷാദ് അലി മുന്നിലാണ്. തൃക്കരിപ്പൂരിൽ CPM-ന്റെ കോട്ടയിലാണ് സന്ദീപ് വാര്യരുടെ. ചരിത്രത്തിലില്ലാത്തതുപോലെയുള്ള അട്ടിമറി വിജയമാണ് സന്ദീപ് വാര്യർ സ്വന്തമാക്കിയിരിക്കുന്നത്. നോക്കൂ, ഒരു പാർട്ടി മാറി വന്ന് മറ്റൊരു പാർട്ടിയിൽ സ്ഥാനാർത്ഥിയായി അവിടെ ഇതുവരെ ജയിച്ചിട്ടില്ലാത്തൊരു മണ്ഡലത്തിൽ നിന്ന് വിജയം സ്വന്തമാക്കി പാർട്ടി കോട്ടയിൽ കുത്തക സീറ്റിൽ വിജയം സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ അസാധാരണമാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം വിജയിച്ചു എന്നുള്ള അവകാശവാദമൊക്കെ BJP പ്രവർത്തകർ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഭൂരിപക്ഷം 3500 മുകളിൽ നിന്നുള്ള പോസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ ഇപ്പോഴും രാജീവ് ചന്ദ്രശേഖറിന്റെ ലീഡ് 1789 മാത്രമാണ്. LDF ശക്തി കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ വോട്ടെണ്ണൽ നടക്കുന്നത്. പക്ഷേ ഒരുപക്ഷേ നിയമം BJP വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. ചെറിയ ഭൂരിപക്ഷത്തിൽ നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരും അതുപോലെ രാജീവ് ചന്ദ്രശേഖറും ഫോട്ടോ ഫിനിഷിലാണ് രണ്ട് താമരകൾ ഇക്കുറി നിയമസഭയിൽ ഉണ്ടാവും. ഒന്ന് രാജീവ് ചന്ദ്രശേഖരും ഒന്ന് BB ഗോപകുമാറും. ചാത്തന്നൂരിൽ നിന്ന് BB ഗോപകുമാറും നേമത്തിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖരും. പക്ഷെ അറിയേണ്ടത് വോട്ട് ശതമാനം എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ്. 2020 ദയനീയമായി പരാജയപ്പെട്ടു. ചക്ക വെട്ടി മുറിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ചക്ക കുരു പോലും കിട്ടിയിട്ടില്ല. ചക്ക നിർത്തി നേമത്ത് ശബരിനാഥൻ പ്രതീക്ഷിച്ച രീതിയിൽ 8 വോട്ടിന് അബ്ദുൽ കരീം ചേലേരി ജയിച്ചിരിക്കുന്നു എന്നാണ് ഔദ്യോഗിക വിവരം വരുന്നു. അഴീക്കോട് സുമേഷ് പിന്നിൽ 8 വോട്ടുകൾക്ക് അബ്ദുൽ കരീം ചേലേരി ഒരു അനൌദ്യോഗിക വിവരം വരുന്നുണ്ട്. വാർത്ത KV സുമേഷ് 8 വോട്ടുകൾക്ക് തോറ്റിരിക്കുന്നുവെന്ന അനൌദ്യോഗിക വിവരം വരുന്നു. അല്പസമയത്തിനുള്ളിൽ നമുക്കത് ക്രോസ് ചെക്ക് ചെയ്ത് പ്രേക്ഷകർക്ക് നൽകാം. മാത്രമല്ല 10 വോട്ടിന് താഴെ എന്നൊക്കെ പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വീണ്ടും രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് നേമത്ത് 3590 കൂടിയിട്ടുണ്ട്. 3590 താമര അക്കൗണ്ട് വീണ്ടും ഓപ്പൺ ചെയ്യുന്നു. നേമത്ത് പൂട്ടിക്കെട്ടിയ അക്കൗണ്ട് രാജീവ് ചന്ദ്രശേഖർ. അങ്ങനെയാണെങ്കിൽ LDF ശക്തി കേന്ദ്രങ്ങളിൽ പോലും LDF-ന് ലീഡ് നിലനിർത്താനായില്ല എന്നതാണ്. അവിടെ BJP ലീഡ് ചെയ്യുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തൃക്കാക്കരയിൽ UDF-ന്റെ ഭൂരിപക്ഷം 50,042. തൃക്കാക്കരയിൽ 50,042 വോട്ടിന് തൃക്കാക്കരയിൽ ഉമാ തോമസ് വിജയിച്ചിരിക്കുന്നു. 1,00,000 വോട്ടുകൾക്ക് ഉപതെരഞ്ഞെടുപ്പിന്റെ കഥയൊക്കെ പഴയതായി പോയി. 1,00,000 വോട്ടുകൾക്കാണ് തൃക്കാക്കരയിൽ ഉമാ തോമസിന്റെ മിന്നും ജയം. അപ്പൊ നോക്കൂ, 1,00,000-ലേക്ക് എത്തുന്ന ക്ലബിൽ എത്തുന്നവർ ആദ്യടൻ ഷൗക്കത്ത്, ചാണ്ടി ഉമ്മൻ, ഉമാ തോമസ് 3 പേരാണ്. ശരി, കരമന അജിത്താണ് പോസ്റ്റ് ഇട്ടിരുന്നത്. കൗൺസിലറുടെ പോസ്റ്റ് ആയിരുന്നു നേരത്തെ തന്നെ നിയമം തൂക്കി എന്നുള്ള പോസ്റ്റ് വന്നത്. 3500 മുകളിൽ ഭൂരിപക്ഷം എന്നാണ് പറഞ്ഞത്. നമ്മൾക്കിപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ച് അനൌദ്യോഗിക വിവരം മാത്രമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ കൊട്ടാരക്കരയിൽ ഇനി എണ്ണാനുള്ള സ്ഥലങ്ങൾ നോക്കൂ. മൈലം, ഉമ്മന്നൂർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ ഇവിടെ UDF-ന് സ്വാധീനമുള്ള മേഖലകൾ കൂടിയാണ്. അവിടെ ഈ 905 എന്ന കെ.എൻ. ബാലഗോപാലിന്റെ ദുർബലമായ ലീഡ് നിലനിൽക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ കൊട്ടാരക്കരയിലും വലിയ അട്ടിമറി. കെ.എൻ. ബാലഗോപാൽ തോൽക്കുമോ എന്നുള്ളതാണ്.